പാലക്കാടൻ രുചികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് കൂട്ടുകറിയാണ്. നമ്മുടെ ഓണം സ്പെഷ്യലാണിത്. അതിനുവേണ്ടി ഞാനിവിടെ കുമ്പളങ്ങ, ചേന ഇത് രണ്ടും 1/2 കിലോൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കഷ്ണമാക്കി വൃത്തിയായി കഴുകി വെച്ചിരിക്കുകയാണ്. അതുപോലെ പരിപ്പ്, ഒരു ചെറിയ കരണ്ടിക്ക് 1 കരണ്ടി പരിപ്പ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തത്. അതിന് വേണ്ട ശർക്കരയാണത്. അതിന് വേണ്ടുന്ന മുളക് പൊടി 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി 1/2 സ്പൂണ്. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇത് തേങ്ങ അരച്ച് ചേർക്കേണ്ടത്. 1/4 സ്പൂണും ചെറിയ ജീരകവും 1/2 സ്പൂണ് കുരുമുളകും കൂടെ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. നമുക്ക് ആദ്യം ഇത് വേകാൻ വയ്ക്കാം. ഓണത്തിന് നമ്മൾ കുറേ കറികൾ വയ്ക്കുമല്ലോ. അപ്പോൾ അതിൽ ഒരു ഐറ്റമാണ് കൂട്ടുകറി. അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കറിയാണ് ഓണത്തിന്. നമുക്ക് മഞ്ഞൾപ്പൊടി എല്ലാം ഒന്നിച്ചിടുക തന്നെ. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. വെള്ളം ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് 1/2 ഗ്ലാസ് വെള്ളം മതി. ശർക്കരയും ഞാൻ അതിൻ്റെ കൂടെ ഫസ്റ്റ് തന്നെ ചേർത്താണ്. എല്ലാ ചേരുവകളും ചേർത്തി കഴിഞ്ഞു. ഇനി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വെന്തോട്ടെ. അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അരപ്പ് തയ്യാറാക്കാം. 1/2 സ്പൂണ് കുരുമുളക്, 1/4 സ്പൂണ് ചെറിയ ജീരകം, 1 പിടി കൈക്ക് 1 പിടി തേങ്ങ. ഇത് നമ്മൾക്ക് മൈ പോലെയൊന്നും അരച്ചെടുക്കണ്ട. ഇത്തിരി ഒന്ന് കമ്മിയായിട്ട്, അതിലും വെച്ച് ഒന്ന് കമ്മിയായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് മൈ പോലെ ആവരുത്. നമ്മുടെ കറിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗവ് ഒന്ന് ഒരുപാട് ലോ ആയി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആവിയൊന്നും കാണാത്തത്. തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തയ്യാറാക്കിയ കൂട്ടുകറി തയ്യാറായി വന്നു. ഇനിയും നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് അതിന് ശേഷം കടുക് പൊട്ടിക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് അങ്ങനെ ഒന്ന് ചൂടായ കൂട്ടുകറി റെഡിയായി. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3-4 കുഞ്ഞുള്ളി, ഒരു വറമുളക്, ഒരു കതിർപ്പ് കറിവേപ്പില, അതുപോലെ തേങ്ങ 1 പിടി, 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. കുഞ്ഞുള്ളി ചതച്ചതിട്ടാൽ നല്ല മണമാണ്. വലിയ ഉള്ളി ചേർത്താൽ അത്ര ടേസ്റ്റ് വരില്ല. ഒരു സ്പൂണ് കടുകിട്ടു. നന്നായി ഒന്നത് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് മുളകിട്ടു. അതും നന്നായി ഒന്ന് വഴറ്റി വന്ന ശേഷം കറിവേപ്പിലയിട്ട് തേങ്ങ ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. നമുക്ക് കറി ചേർക്കാം. ഇത്രയേ ഉള്ളൂ, ഒരുപാട് പണിയൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഓണം കറികളിൽ ഒരു നല്ല കറിയാണ് കൂട്ടുകറി.
എന്തായാലും ഓണത്തിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.